ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മിറാക്കിൾ വ്ളോഗർ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് എഗ് പപ്സ് ആണ്. നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന സെയിം ടേസ്റ്റിലുള്ള എഗ് പപ്സ് ആണ്. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഫസ്റ്റ് ഞാൻ ഇതിലേക്കുള്ള മാവാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് മൈദയാണ് നമ്മളിതിന് യൂസ് ചെയ്യുക. ആട്ടൊന്നും യൂസ് ചെയ്യരുത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഉപ്പൊന്ന് എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടി ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതവിടെ ഒരു കപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുറച്ച് ലൂസായിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ നമ്മളൊരു തറയിലിട്ടിട്ട് നന്നായിട്ട് തറ ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മളിതേപോലെ മാവ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ കുഴച്ചെടുക്കുന്ന രീതിക്കാണ് നമ്മുടെ പപ്സ് റെഡി ആവുക. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് കുഴച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ ഏകദേശം കുഴച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ നന്നായിട്ട് ഉരുട്ടിയിട്ട് നമ്മൾ നീളത്തിലാക്കി കൊടുക്കാം നമ്മുടെ മാവ്. ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു കത്തി ഉപയോഗിച്ചിട്ട് ഒരു പൂരിൻ്റെ ഷേപ്പ്, പൂരിനെക്കാട്ടിയും കുറച്ച് വലുപ്പത്തിൽ മാവ് എടുത്തിട്ട് നമ്മളിതിനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ നമ്മൾ ഒരു ചെറിയ പീസുകളാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് റൗണ്ട് ഷേപ്പിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ കൈ കൊണ്ടൊന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് ഒരു 20 മിനിറ്റ് നമുക്ക് ഓയിലിൽ ഒന്ന് കുതിർത്ത് വെക്കണം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ട് അതിലേക്കൊരു 3-4 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ശേഷം നമ്മുടെ ഓരോ മാവും ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇതേപോലെ പ്രസ് ചെയ്തിട്ട് മറ്റേ ഭാഗം ഓയിലിൽ മുക്കിയിട്ട് എന്നിട്ട് തിരിച്ച് വെച്ച് കൊടുക്കുക. അങ്ങനെ നമുക്ക് എല്ലാം ചെയ്ത് കൊടുക്കാം. ഒരു ഭാഗം മുക്കി കൊടുത്തിട്ട് പിന്നെ നെക്സ്റ്റ് ഭാഗം വെച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ സ്റ്റീൽ പാത്രത്തിൽ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്ത് വെക്കാം. ഇതേപോലെ കവർ ചെയ്യുക, അല്ലെങ്കിൽ മൂടി വെച്ചാലും മതി. എന്നിട്ട് നമുക്കിതൊരു 20 മിനിറ്റ് ഇതിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ശേഷം 2 വലിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴറ്റി വരാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് ചതച്ചതാണ്. ഒരു 2-3 മുളകാണ് ഇത് ചതച്ചെടുത്തതാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം പോകുന്ന വരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടി ചേർത്ത് ഞാനൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിതൊന്ന് മൂടി വെച്ച് 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ പപ്സിൻ്റെ ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ അത് ഒരു
ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു 2 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ അത് 2 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്ത് ഇതാ ഞാൻ ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഞാൻ 5 എഗ്ഗ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ പുഴുങ്ങിയെടുത്തിട്ട് നടു കീറി നമുക്ക് വെക്കാം. നമ്മുടെ എഗ്ഗ് നന്നായിട്ട് പുഴുങ്ങി വരാൻ വേണ്ടിയിട്ട് നമ്മൾ കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ ആയിരിക്കണം, ഹാഫ് വേവിൽ നമുക്ക് തയ്യാറാക്കരുത്. ഓക്കെ, നെക്സ്റ്റ് 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതാ നമ്മുടെ മാവ് നമ്മൾ നോക്കുകയാണ്. അതാ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മാവൊക്കെ, കണ്ടില്ലേ? ഇപ്പോൾ കുറച്ചും കൂടി അരമണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി സോഫ്റ്റായി എത്രത്തോളം വെക്കാൻ പറ്റുന്നോ അത്രത്തോളം വെക്കാം. അപ്പോൾ പിന്നെ ഇതേപോലെ ഒരു തറയിൽ നമ്മളൊന്ന് വെച്ചിട്ട് നമുക്കിത് പരത്തി എടുക്കുകയൊന്നും വേണ്ട. അത് കൈ കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ നീട്ടി കൊടുത്താൽ മതി. നന്നായിട്ട് നമുക്ക് നീട്ടി കൊടുക്കുമ്പോൾ വലുതായിട്ട് വരും. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്ത് കൊടുക്കാം. ഇനി പരത്തി എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം, പക്ഷേ ഇതാണ് കുറച്ചും കൂടി എളുപ്പം. അപ്പോൾ ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് വലുതാക്കിയതിന് ശേഷം മുകളിൽ നിന്ന് താഴോട്ട് ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് താഴോട്ടാക്കി കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് വീണ്ടും ഒന്ന് നമ്മളിതിന് വലിപ്പം വെപ്പിച്ച് കൊടുക്കാം. ശേഷം ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ താഴത്തുനിന്ന് ഇതേപോലെ മുകളിലേക്ക് എടുത്ത് വെച്ചിട്ട് വീണ്ടും നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സൈഡിൽ നിന്ന് വീണ്ടും എടുത്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ചതുരമാക്കി എടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് നമ്മൾ ചതുരത്തിൻ്റെ രീതിക്ക് തന്നെ നമ്മളിത് ഒന്ന് നീട്ടി കൊടുക്കാം. ഒരു 3 ഇഞ്ച് ഒരു ഇതിലിങ്ങനെ 4 സൈഡും ആക്കിയിട്ട് നമുക്ക് ഇതേപോലെ വലുപ്പമാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ചതുരത്തിലുള്ള പപ്സാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ തയ്യാറാക്കുന്നത്. ഓക്കെ, ഇതേപോലെ നമുക്ക് എല്ലാം തയ്യാറാക്കിയെടുക്കാം. നല്ല എളുപ്പത്തിൽ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു മെത്തേഡാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിവിടെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളൊരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ ഉള്ളി വെച്ച് കൊടുക്കാം. എല്ലാത്തിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെച്ച് കൊടുത്താൽ മതി, കൂടുതൽ വെച്ച് കൊടുക്കണ്ട. ശേഷം നമ്മുടെ പുഴുങ്ങിയ എഗ്ഗ് വെച്ച് കൊടുക്കാം. ഉള്ളിയുടെ മുകളിലായിട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് പപ്സിൻ്റെ ഷേപ്പിലാക്കിയിട്ട് മടക്കിയെടുക്കണം. 2 സൈഡിൽ നിന്ന് എടുത്തിട്ട് ഇതേപോലെ പ്രസ് ചെയ്തിട്ട് വെക്കുക. എന്നിട്ട് 2 സൈഡിൽ നിന്ന് എടുക്കുക. എന്നിട്ട് ഇതേപോലെ വെച്ച് അമർത്തി കൊടുക്കാം. അപ്പം നമ്മുടെ പപ്സിൻ്റെ ഷേപ്പിൽ നമ്മളിവിടെ ആക്കി എടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു മെത്തേഡാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. 2 സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് 2 സൈഡിൽ നിന്ന് എടുത്തിട്ട് പ്രസ് ചെയ്ത് വെക്കാം. പിന്നെ ഓപ്പോസിറ്റ് 2 സൈഡിൽ നിന്ന് എടുത്തിട്ട് വീണ്ടും പ്രസ് ചെയ്ത് വെക്കാം. ഇതുപോലെ നമുക്കെല്ലാം ചെയ്ത് കൊടുക്കാം. ഞാൻ അവിടെ എല്ലാം തയ്യാറാക്കിയത്. അവിടെ ഒരു എഗ്ഗ് ഞാൻ പൊട്ടിച്ച് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ പപ്സിൻ്റെ മുകളിൽ വെച്ച് ഒഴിച്ച് കൊടുക്കാനാണ്. അപ്പോൾ ഇതേപോലെ ഒരു സ്റ്റീൽ പാത്രത്തിൽ ഞാനിവിടെ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ പാത്രം. അപ്പം ഞാൻ ഗ്യാസിലാണ് ചെയ്യുന്നത്. ഓവനുള്ളവർക്ക് ഓവനിൽ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 15 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വീഡിയോ ഇതിൽ എടുത്തിട്ടില്ല. ശേഷം നമ്മുടെ പൊട്ടിച്ച് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത എഗ്ഗ് ഓരോ പപ്സിൻ്റെ മുകളിലും നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുക്കാം. എല്ലാത്തിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതവിടെ ഞാനെല്ലാം ചെയ്തെടുത്ത് പ്രീഹീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ അടിയിൽ വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. വെറും ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ്. അതിൻ്റെ മുകളിൽ നമ്മുടെ സ്റ്റീൽ പ്ലേറ്റിലോ അല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെ പ്ലേറ്റിലായാലും വെക്കാം. എന്നിട്ട് നമ്മൾ ഇതേപോലെ വെച്ച് നല്ല അടച്ച് മൂടി വെച്ചിട്ട് നമുക്കൊരു അരമണിക്കൂർ ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോ എൻ്റെ ഇത് മിസ്സായിപ്പോയി. നമുക്ക് സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ കാണാൻ നല്ല ലെയറായിട്ടുള്ള നമ്മുടെ പപ്സ് റെഡി ആയിട്ടുണ്ട്. ഇത് ഹാഫ് വേവിൻ്റെ ഫോട്ടോ ആണ്. ബാക്കി ഇതിൻ്റെ ക്രിസ്പി ആയിട്ടുള്ള എടുക്കുന്ന വീഡിയോ ഒക്കെ എൻ്റെ ഇത് മിസ്സായി പോയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക.
പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കുക. ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കിടയിൽ പെട്ടെന്ന് എത്തുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.